നമസ്കാരം. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9160 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ള SIT അവസാനഘട്ട അന്വേഷണത്തിൽ തൊണ്ടി മുതൽ കണ്ടെത്താൻ ശ്രമം. ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും വീണ്ടും ചോദ്യം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്ലാനുമായി VD സതീശൻ. 50% സീറ്റ് യുവാക്കൾക്കും വനിതകൾക്കും. കോൺഗ്രസിൽ തലമുറ മാറ്റമുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ്. നെല്ല് സംഭരണത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. വിഷയം ചർച്ച ചെയ്യാൻ ജനുവരി 5 യോഗം. സംഭരണ വില തൊട്ടടുത്ത ദിവസം തന്നെ നൽകുന്നതിൽ തീരുമാനമുണ്ടാകും. ഗസയിൽ 2ാം ഘട്ട സമാധാന ചർച്ചയ്ക്കായി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക്. കരാർ അട്ടിമറിക്കാൻ അനുവദിക്കരുത് എന്ന മധ്യസ്ഥ രാജ്യങ്ങൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടപ്പോര് മുറുകുന്നു. ചെൽസിയെ വീഴ്ത്തി ആസ്റ്റൺ വില്ല. ആഴ്സണലിനും ലിവർപൂളിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും ജയം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9160 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം അവസാനഘട്ട അന്വേഷണത്തിൽ. യഥാർത്ഥ തൊണ്ടി മുതൽ എവിടെയെന്ന അന്വേഷണമാണ് നടക്കുന്നത്. എന്നാൽ ഈ ചോദ്യത്തിന് ഗോവർദ്ധനൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇതിനായി നാളെ കോടതിയിൽ അപേക്ഷ നൽകും. സ്മാർട്ട് ക്രിയേഷനിൽ വേർതിരിച്ചെടുത്ത സ്വർണം ആർക്ക് വിറ്റു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. സ്വർണം കൈമാറിയ ഇടനിലക്കാരൻ കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ബന്ധമുണ്ടെന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയ D മണിയെ ചൊല്ലിയുള്ള വിവാദം തീരുന്നില്ല. ഇന്നലെ കണ്ടെത്തിയ MS മണി തന്നെയാണ് പ്രവാസി മൊഴി നൽകിയ D മണിയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് SIT. മറ്റുള്ളവരുടെ പേരിൽ 3 ഫോൺ നമ്പറുകളുള്ള മണിക്ക് ഡിണ്ടിഗലിൽ വൻ ബന്ധങ്ങളുണ്ടെന്നാണ് SIT കണ്ടെത്തൽ. എന്നാൽ ശബരിമല കൊള്ളയുമായി തനിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിക്കുകയാണ് മണി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും മണി പറഞ്ഞു. വ്യവസായി നൽകിയ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് SITയെ ഡിണ്ടിഗലിലെത്തിച്ചത്. 6 വർഷം കൊണ്ട് മണിക്കുണ്ടായ സാമ്പത്തിക വളർച്ച, പോലീസിൽ ഉൾപ്പെടെയുള്ള സ്വാധീനം, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരുപാട് ദുരൂഹതയുണ്ടെന്നാണ് SIT നിഗമനം. തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ ഹാജരാകാൻ മണിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലാണ് ഇനി നിർണായകം. ശബരിമല കേസിലെ അന്വേഷണത്തിന് നൽകിയ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് പുതിയ വഴിത്തിരിവിലേക്ക് അന്വേഷണം നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടികൾ വേഗത്തിലാക്കാൻ CPM. സംഘടനാ തലത്തിലുണ്ടായ പോരായ്മകൾ പരിഹരിക്കാൻ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനാണ് തീരുമാനം. ഭരണവിരുദ്ധ വികാരം സംസ്ഥാന തലത്തിലില്ലെങ്കിലും പ്രാദേശികമായി തിരിച്ചടിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായത്. ശബരിമല വിവാദത്തിലും പാർട്ടി നേതാക്കൾക്കെതിരായ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിലും സംഘടനാപരമായ പോരായ്മയില്ലെന്നാണ് വിലയിരുത്തൽ. അതേസമയം തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്കു കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം തള്ളി പാർട്ടി ജില്ലാ കമ്മിറ്റികൾ രംഗത്തെത്തി. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയുമാണ് പ്രധാന കാരണമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് മിക്ക ജില്ലാ ഘടകങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയത്. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിലായപ്പോൾ എതിർ പ്രചാരണങ്ങളെ മറികടക്കാൻ പാർട്ടിക്കായില്ലെന്നാണ് ജില്ലാ ഘടകങ്ങളുടെ അഭിപ്രായം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെതിരെ നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം വോട്ടർമാരിൽ നിന്ന് നേരിടേണ്ടി വന്നു. പാർട്ടി നിരത്തിയ ന്യായീകരണങ്ങൾ പരിഹാസ്യമായതായും അഭിപ്രായമുണ്ട്. എല്ലാ തട്ടിപ്പിലുമുണ്ടായ സംഘടനാ ദൗർബല്യങ്ങളും തോൽവിയിൽ പങ്കുവഹിച്ചു. നേതാക്കളുടെ അമിത ആത്മവിശ്വാസവും തോൽവിക്ക് കാരണമായി. സ്ഥാനാർത്ഥി നിർണയവും നേതൃത്വത്തിന്റെ വീഴ്ചകളും തോൽവിയിൽ പങ്കുവഹിച്ചു. ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ മത്സരത്തിന് ഇറങ്ങിയതും വിമതന്മാരുടെ സാന്നിധ്യവും തിരിച്ചടിയായെന്നും ജില്ലാ ഘടകങ്ങൾ വിലയിരുത്തി. ന്യൂസ് ഡെസ്ക് ജീവൻ. കഴിഞ്ഞ 11 വർഷമായി രാജ്യഭരണം നയിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റിയാണ് NDA മുന്നണി മുന്നോട്ടു പോയതെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. 2015 മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP നേതൃത്വത്തിലാണ് പ്രവർത്തിച്ചു വരുന്നതെന്നും 2019 നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ജനങ്ങൾ പിന്തുണ നൽകിയതെന്നും രാജേഷ് പറഞ്ഞു. സമൂഹത്തിനായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും നഗരത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ജനങ്ങളോട് തുറന്നു പറഞ്ഞാണ് NDA മുന്നോട്ട് പോയതെന്നും രാജേഷ് വ്യക്തമാക്കി. മത്സരിച്ച സമയത്ത് ഭരണം BJPക്ക് ഒരു അവസരം തരണമെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചപ്പോൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളുമായി വന്നു മത്സരിക്കുന്നു എന്ന നിലയിലല്ല ഞങ്ങളെ കാണേണ്ടത്. 2015 മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയാണ് പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്നത്. 2010 മുതൽ 4 വരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ വിലയിരുത്തിയതിനു ശേഷം ഞങ്ങൾക്കൊരു അവസരം തരണം. തൃശൂർ മട്ടത്തൂർ പഞ്ചായത്തിൽ BJPയുമായുള്ള കൂട്ടുകെട്ട് അറിയാതെയാണ് വോട്ട് ചെയ്തതെന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച വാർഡ് മെമ്പർ ആയ അക്ഷയ് സന്തോഷ്. വർഗീയ ശക്തിയായ BJPയുമായി പ്രവർത്തിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും അക്ഷയ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് അറിഞ്ഞതെന്ന് അക്ഷയ് സന്തോഷ് പറഞ്ഞു. വർഗീയ ശക്തിയായ BJPയുമായി പ്രവർത്തിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട്. BJP കൂട്ടുകെട്ട് അറിയാതെയാണ് തങ്ങളുടെ കയ്യിൽ നിന്നും രാജിക്കത്ത് ഒപ്പിട്ട് വാങ്ങിയതെന്നും അക്ഷയ് സന്തോഷ് പറഞ്ഞു. ശനിയാഴ്ച രാവിലെയാണ് 8 കോൺഗ്രസ് അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി ചൂണ്ടിക്കാട്ടി കത്ത് പുറത്തുവന്നത്. പിന്നീടാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. വിമത ടെസി ജോസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി എത്തിച്ചാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച 8 അംഗങ്ങൾ BJP പിന്തുണ തേടിയത്. പിന്നാലെയാണ് വിമതയായ ടെസി ജോസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും സമാന സ്ഥിതിയുണ്ടായി. അക്ഷയ് അടക്കമുള്ള 8 പ്രവർത്തകരെ ഇന്നലെ രാത്രിയോടെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. മറ്റത്തൂരിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയെ പിന്തുണച്ച കോൺഗ്രസിന്റെ 8 വാർഡ് അംഗങ്ങളെയും 2 വിമതരെയും അയോഗ്യരാക്കിയുള്ള നിയമ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. നെല്ല് സംഭരണത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. നെല്ല് സംഭരണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. ജനുവരി 5 മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. ജനുവരി പകുതിയോടെ കുട്ടനാട്, പാലക്കാട് എന്നിവിടങ്ങളിൽ കൊയ്ത്താരംഭിക്കും. 2 പ്രധാന പ്രശ്നങ്ങളാണ് നെല്ല് സംഭരണവുമായി നിലനിൽക്കുന്നത്. സംഭരണത്തിന്റെ തുക നൽകുന്ന ബാങ്ക് ഏതാണെന്ന് തീരുമാനമായില്ലെങ്കിലും അന്തിമ ധാരണാപത്രം ഒപ്പിടുന്നതിലേക്ക് എത്തിയിട്ടില്ല. പാടി റെസീറ്റ് സ്കീം പ്രകാരം പണം നൽകുന്ന ചുമതല കേരള ബാങ്കിനെ ഏൽപ്പിക്കും. എന്നാൽ സപ്ലൈകോയുമായി നടത്തിയ ഇടപാടിൽ കേരള ബാങ്കിന് 700 കോടിയിലധികം കുടിശ്ശിക നൽകാനുണ്ട്. കുടിശ്ശിക തീർത്താൽ പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കേരള ബാങ്ക് അറിയിച്ചിരുന്നത്. കുടിശ്ശിക തീർക്കാൻ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുക്കാൻ ധാരണയായിരുന്നു. എന്നാൽ ഇതുവരെ വായ്പ ലഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനമെടുക്കും. മില്ലുകൾ ശേഖരിക്കുന്ന നെല്ല് സപ്ലൈകോയ്ക്ക് നൽകേണ്ട അനുപാതവുമായി ബന്ധപ്പെട്ടും യോഗത്തിൽ തീരുമാനമുണ്ടാകും. ന്യൂസ് ഡെസ്ക് ജീവൻ. പാലക്കാട് ചിറ്റൂരിൽ നിന്നും കാണാതായ സുഹാൻ എന്ന 6 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. 20 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെത്തിയത്. കുട്ടിയുടെ വീട്ടിൽ നിന്ന് 300 മീറ്റർ അകലെയുള്ള കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാരാണ് കുളത്തിന് നടുവിൽ മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന നിലയിൽ കണ്ടത്. ഇത്രയും ദൂരം കുട്ടി എങ്ങനെ എത്തിയെന്നതിൽ ദുരൂഹതയുണ്ട്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ചിറ്റൂർ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. ഇപ്പോ ബോഡി ലഭിച്ച കുളം റോഡിന്റെ സൈഡല്ല, അപകടത്തിൽ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ കുളം ഒരു ചാല് കടന്നത്. വലിയ ആളുകൾക്ക് പോലും കടക്കാൻ ചെറിയ പാലങ്ങളാണുള്ളത്. അങ്ങനെ സ്വമേധ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും പോലീസ് വിശദമായി തന്നെ പാർക്കിൽ കുട്ടികൾ സഹോദരനും മറ്റു കൂട്ടുകാരുമായിട്ട് അവിടെ ഇടയ്ക്ക് കളിക്കാൻ പോകാറുണ്ടെന്നാണ് കിട്ടിയ വിവരം. ഇതല്ല, പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ മറ്റൊരു വഴിയും കൂടെ ഉണ്ട്. പക്ഷെ ഈ വഴിയും എടുക്കാറുണ്ട്. പോകാറുള്ളതായിട്ട് നമുക്ക് അറിവില്ല. പക്ഷെ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ വഴിക്ക് വന്നിരുന്നു എന്ന് പറയുന്നത്. ഇനിയിപ്പോ അമ്മ വന്നു എന്ന് പറഞ്ഞ കുട്ടി അമ്മയുടെ പുറകെ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? അമ്മ ആ വഴിക്ക് പോയതാണ്. അമ്മ വീട്ടിലായിരുന്നു ആ സമയത്ത്. അമ്മ ഈ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ടുണ്ടാവുമോ എന്ന് ഏതായാലും വിശദമായി പരിശോധിക്കും. അമ്പാട്ടുപാളയം എരുമൻകോട് മുഹമ്മദ് അനസ് തൗഹിദ ദമ്പതികളുടെ ഇളയ മകൻ സുഹാനെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതലാണ് കാണാതായത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ സുഹാൻ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. സാധാരണ കുട്ടികൾ തമ്മിലുണ്ടാകാറുള്ള പിണക്കം മാത്രമായിരുന്നു അത്. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതിരുന്നതോടെയാണ് തെരച്ചിൽ നടത്തിയത്. ന്യൂസ് ഡെസ്ക് ജീവൻ.
അടുത്ത മാസം നടക്കുന്ന പൂനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഖ്യം രൂപീകരിക്കുന്നതിനെ ചൊല്ലി NCP SP-യും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷിയായ NCP-യും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടി. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ മത്സരിക്കാനുള്ള നിർദ്ദേശം അജിത് പവാർ വിഭാഗം അംഗീകരിക്കാത്തതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. മുംബൈ, പൂനെ എന്നിവ ഉൾപ്പെടെയുള്ള മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനുവരി 15 നടക്കും. ഡിസംബർ 30 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ശരത് പവാർ വിഭാഗം നേതൃത്വം വെള്ളിയാഴ്ച ഉപമുഖ്യമന്ത്രി അജിത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ചർച്ചയിൽ പുരോഗതി ഉണ്ടായില്ലെന്ന് NCP മുതിർന്ന നേതാവ് അങ്കുഷ് കഗഡെ പറഞ്ഞു. സഖ്യത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നില്ല. NCP സ്വന്തം ചിഹ്നത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും സഖ്യം നടന്നാൽ അവർക്ക് അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കാമെന്നും അറിയിക്കാനാണ് എത്തിയത്. എന്നാൽ നിർദ്ദേശം അവർ അംഗീകരിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. पण आमची कुठली तिथं आघाडीच्या संदर्भामध्ये चर्चा झालेली नाही. एक कडसी भेट म्हणा किंवा त्यांचं 2 दिवस मला होतं किंवा तुमचं अंकुशराव काय म्हणणं आहे एकदा तुम्ही सांगा. आम्ही आमच्या थोडं वरिष्ठांशी बोलून त्यांनी सांगितलं तुम्ही दोघं तिघं जाऊन त्यांना सांगा की आम्ही आमच्या जुन्या मित्रपक्षांबरोबर आघाडीबरोबर राहणार आहोत. NCP ശരത് പവാർ വിഭാഗം നിലവിൽ മഹാവികാസ് അഗാഡി സഖ്യത്തോടൊപ്പമാണെന്നും സഖ്യകക്ഷികളായ കോൺഗ്രസ്, ശിവസേന എന്നിവരുമായി തുടരാൻ പാർട്ടി താൽപര്യപ്പെടുമെന്ന് വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലെ അഭിപ്രായപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജീവൻ. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ തമിഴ്നാട് സർക്കാർ റേഷൻ കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്ന പൊങ്കൽ കിറ്റിൽ എത്ര പണം സമ്മാനമായി ഉണ്ടാകുമെന്ന ചർച്ചകളാണ് ഉയർന്നത്. ഇത്തവണ DMK സർക്കാർ 3000 രൂപ സമ്മാനമായി നൽകുമെന്നാണ് സൂചന. സാമ്പത്തിക പ്രതിസന്ധി മൂലം 2025 പൊങ്കൽ കിറ്റിൽ നിന്ന് പണം ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ പണമില്ലാതെ പൊങ്കൽ കിറ്റ് നൽകുന്നത് തിരിച്ചടിയാകുമെന്നാണ് DMK നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 1 കിലോ വീതം പച്ചരി, പഞ്ചസാര, 1 കരിമ്പ് എന്നിവ അടങ്ങുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പൊങ്കൽ കിറ്റ്. 2023 2024 പൊങ്കൽ കിറ്റിനൊപ്പം 1000 രൂപ നൽകിയിരുന്നു. 2021 AIADMK സർക്കാർ പൊങ്കൽ കിറ്റിനൊപ്പം 2500 രൂപയാണ് സമ്മാനമായി നൽകിയത്. പൊങ്കൽ കിറ്റിനൊപ്പം വിതരണം ചെയ്ത ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന തുകയാണിത്. ഇത്തവണ DMK സർക്കാർ പൊങ്കൽ കിറ്റിനൊപ്പം 3000 രൂപ സമ്മാനമായി നൽകുമെന്നാണ് അഭ്യൂഹം. നേരത്തെ 5000 രൂപ വീതം പൊങ്കൽ കിറ്റിനൊപ്പം നൽകണമെന്ന ആവശ്യം ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനൊപ്പം സ്ത്രീകൾക്ക് കലൈഞ്ചർ മഗലർ ഉരുമേ തൊഗൈ പദ്ധതി പ്രകാരം 1000 രൂപ വീതം വിതരണം ചെയ്യുമെന്നും പറയപ്പെടുന്നുണ്ട്. ഏകദേശം 1.7 ദശലക്ഷം സ്ത്രീകളെ ഉൾപ്പെടുത്തി അടുത്തിടെ കലൈഞ്ചർ മഗലർ ഉരുമേ തൊഗൈ പദ്ധതി വിപുലീകരിച്ചിരുന്നു. 2026 ജനുവരി 14 മുതലാണ് തമിഴ്നാട്ടിൽ പൊങ്കൽ ആഘോഷം. നാഷണൽ ഡെസ്ക്, ജീവൻ. ഗാസയിൽ വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ രണ്ടാം ഘട്ട ചർച്ചകൾക്കായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക്. വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ച നിർണായക ചർച്ചകൾക്ക് നാളെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വേദിയാവും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ചർച്ചയെ ആശ്രയിച്ചാകും ഗാസ വെടിനിർത്തലിന്റെ തുടർ നീക്കങ്ങൾ. ജനുവരിയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വരണമെന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക. എന്നാൽ ഗാസയിലെ ഇടക്കാല സർക്കാർ, അന്താരാഷ്ട്ര സേനാവിന്യാസം, ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ വ്യക്തത രൂപപ്പെടുത്താൻ ഇനിയുമായിട്ടില്ല. പാകിസ്ഥാൻ ഉൾപ്പെടെ പല മുസ്ലിം രാജ്യങ്ങളും ഗാസയിലേക്ക് സേന അയക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ അമേരിക്ക കൂടുതൽ വെട്ടിലായി. ഗാസയിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന ഇസ്രയേൽ തീരുമാനവും രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തിരിച്ചടിയാണ്. കരാർ അട്ടിമറിക്കാനുള്ള ഇസ്രയേൽ നീക്കത്തെ അമർച്ച ചെയ്യണമെന്ന ഈജിപ്ത് ഉൾപ്പെടെ മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അതിനിടെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം തുടർന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഖബാദിയയിൽ ഇസ്രയേൽ സൈന്യം പിടിമുറുക്കുകയും പ്രദേശത്ത് സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തു. നിരവധി പലസ്തീൻകാരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. സൊമാലിയയുടെ ഭാഗമായ സൊമാലിലാൻഡിനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ഇസ്രയേൽ നടപടിക്കെതിരെ അറബ് ലീഗും OICയും ശക്തമായ പ്രതിഷേധമറിയിച്ചു. സൊമാലിയയെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമാണിതെന്ന് അറബ് ലീഗ് കുറ്റപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, ജീവൻ. SIR കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരിൽ അർഹരായവരെ ഉൾപ്പെടുത്താൻ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാൻ സംസ്ഥാന സർക്കാർ ഉത്തരവ്. ഇതിനായി വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് 2 ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകി. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിച്ച ശേഷമാവും കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക.
കേരളം ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളിലെ SIR കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഒഴിവായത് 3,70,00,000 വോട്ടർമാർ. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഒഴിവായത് തമിഴ്നാട്ടിലാണ്. ബീഹാറിനു ശേഷം കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതിൽ ഉത്തർപ്രദേശ് ഒഴികെ 11 കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് പൂർത്തിയായി. മരിച്ചവർ, സ്ഥിരമായി താമസം മാറിയവർ എന്നിവരെ ഒഴിവാക്കിയുള്ള കരട് പട്ടികകളിലെ പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിക്കും. തമിഴ്നാട്ടിൽ 15% അഥവാ 97 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. പശ്ചിമ ബംഗാളിൽ 58 ലക്ഷം പേർ ഒഴിവായി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് SIRനെതിരായ ആക്ഷേപം കേന്ദ്ര സർക്കാർ നേരിടുന്നത്. ഗുജറാത്തിൽ 73 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തായി. മധ്യപ്രദേശിൽ 42.74 ലക്ഷം വോട്ടർമാരുടെ കുറവാണ് കരട് പട്ടികയിലുള്ളത്. ഛത്തീസ്ഗഡിൽ 27 ലക്ഷം പേർ ഒഴിവായി. ആൻഡമാനിൽ 54,000 പേർ പട്ടികയിലില്ല. UP മാറ്റി നിർത്തിയാൽ കേരളമടക്കം 11 ഇടങ്ങളിൽ 36 കോടി വോട്ടർമാരാണ് നിലവിൽ പട്ടികയിൽ. SIRനു ശേഷമുള്ള കരടിൽ 3,70,00,000 പേരാണ് ആകെ കുറഞ്ഞത്. വിവിധ സംസ്ഥാനങ്ങളിൽ പട്ടികയിൽ ആക്ഷേപം ഉന്നയിക്കാനുള്ള തീയതി അടുത്ത മാസം 23-നാണ് അവസാനിക്കുന്നത്. ഫെബ്രുവരി 21-നാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ നിശ്ചയിച്ച തീയതി. എന്നാൽ കോടതി ഇടപെടൽ ഉണ്ടായാൽ ഇത് വീണ്ടും നീട്ടിയേക്കാം. അന്തിമ പട്ടിക കൂടി വന്ന ശേഷമേ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കൂ എന്ന സൂചനയാണ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. ഉന്നാവോ ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ CBI സുപ്രീംകോടതിയെ സമീപിച്ചു. ഡൽഹി ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് CBIയുടെ ആവശ്യം. ഡൽഹി ഹൈക്കോടതി വിധി യുക്തിഹീനവും നിയമവിരുദ്ധവുമാണെന്നാണ് CBIയുടെ പ്രധാന വാദം. കുൽദീപ് സിംഗ് സെൻഗാറിനെ ജാമ്യത്തിൽ വിട്ടയക്കുകയും അപ്പീൽ പരിഗണനയിലിരിക്കെ ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ CBI ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി ഉത്തരവ് അതിജീവിതയുടെയും കുടുംബത്തിന്റെയും ക്ഷേമവും സുരക്ഷയും അപകടത്തിലാക്കുമെന്നും CBI പറയുന്നു. ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി കുൽദീപ് സിംഗിന്റെ ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ ശിക്ഷയിളവിന് ഹർജി നൽകിയത്. ഡൽഹിയിൽ തന്നെ തുടരണമെന്നതുൾപ്പെടെ ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അതിജീവിതയെ കാണരുത്, അവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ 5 കിലോമീറ്റർ പരിധിയിൽ പ്രവേശിക്കരുത്, എല്ലാ തിങ്കളാഴ്ചയും അടുത്തുള്ള സ്റ്റേഷനിലെത്തി ഒപ്പുവെക്കണമെന്നിവയായിരുന്നു മറ്റ് ഉപാധികൾ. നാഷണൽ ഡെസ്ക് ജീവൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പട്ടാളി മക്കൾ കക്ഷിയിലെ ഉൾപാർട്ടി സംഘർഷങ്ങൾ രൂക്ഷമായി. പാർട്ടിയുടെ മുൻ പ്രസിഡന്റിനെ അൻപുമണി രാമദാസ് പുറത്താക്കി. PMK സ്ഥാപകൻ S. രാമദാസും മകൻ അൻപുമണി രാമദാസും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് 25 വർഷത്തോളം PMKയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച GK മണിയെ അൻപുമണി രാമദാസ് പുറത്താക്കിയത്. PMK സ്ഥാപകൻ S. രാമദാസിന്റെ വലം കൈയും വിശ്വസ്തനുമായി അറിയപ്പെടുന്ന നേതാവ് കൂടിയാണ് GK മണി. നേരത്തെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ വിശദീകരണം ആവശ്യപ്പെട്ട് GK മണിക്ക് നോട്ടീസ് നൽകിയിരുന്നു. പാർട്ടിയുടെയും നേതൃത്വത്തിന്റെയും താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ആവർത്തിച്ച് പ്രവർത്തിച്ചതിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താകാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കകം അറിയിക്കണമെന്നായിരുന്നു നോട്ടീസ്. ഡിസംബർ 18-നാണ് അൻപുമണി രാമദാസിന്റെ നേതൃത്വത്തിലുള്ള അച്ചടക്ക സമിതി GK മണിക്ക് നോട്ടീസ് നൽകിയത്. എന്നാൽ നോട്ടീസിലെ സമയപരിധി അവസാനിച്ച ഡിസംബർ 25 വരെ വിശദീകരണം നൽകാൻ മണി തയ്യാറായില്ല. ഇതിനു പിന്നാലെ PMKയുടെ അച്ചടക്ക സമിതി യോഗം ചേരുകയും GK മണിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ അൻപുമണി രാമദാസിനോട് ശുപാർശ ചെയ്യുകയുമായിരുന്നു. ഈ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് അൻപുമണി രാമദാസ് GK മണിയെ PMKയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. തന്നെ പുറത്താക്കാൻ അൻപുമണിക്ക് അവകാശമില്ല എന്നായിരുന്നു GK മണിയുടെ പ്രതികരണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും GK മണി വ്യക്തമാക്കി. மருத்துவரையாங்கிற அடையாளம் சொல்ற நேரத்துல மருத்துவர் அன்புமணியை கட்சியில விட்டு நீக்கிட்டேன்னு மருத்துவரையா சொல்லிட்டாரு, அறிக்கையிலையும் கொடுத்தாரு. அவர் கட்சியில பொறுப்பணி இல்ல, அடிப்படை உறுப்பினர் கூட இல்ல. அடிப்படை உறுப்பினர் இல்லாத ஒருத்தர் எப்படி என்ன போய் கட்சியில் நீக்க முடியும்? அருள கட்சியில் நீக்க முடியும், வேற யாரையாவது நீக்க முடியும்? யாருக்கு எந்த அதிகாரமும் இல்ல. மருத்துவரையா சொல்லட்டும், மருத்துவரையாவை நீக்கிறதுக்கு, எல்லாரையும் நீக்கிறதுக்கு உண்டான அதிகாரம், சேர்க்கறதுக்கு உண்டான அதிகாரம், பொறுப்பு கொடுக்கறதுக்கு உண்டான அதிகாரம் எல்லாம் மருத்துவரையாவுக்கு தான் இருக்குது. அந்த செய்தியை நாங்க பெருசா எடுத்துக்கல, ஒரு பொருட்டா கூட எடுத்துக்கல.
പാർട്ടി അംഗമല്ലാത്ത ഒരാൾക്ക് എങ്ങനെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമെന്ന് ജി.കെ. മണി ചോദിച്ചു. ഈ വിഷയം ഗൌരവമായി എടുക്കുന്നില്ലെന്നും മണി കൂട്ടിച്ചേർത്തു. നാഷണൽ ഡെസ്ക് ജീവൻ. ഈ മണ്ഡലകാലത്ത് ശബരിമല സന്നിധാനത്ത് ദർശനത്തിന് എത്തിയവർ 30 ലക്ഷം കടന്നു. ഇതുവരെ 33,32,000 പേരാണ് ദർശനം നടത്തിയത്. ഈ വർഷം സീസണിന്റെ തുടക്കത്തിൽ തന്നെ അഭൂതപൂർവമായ തിരക്കിനെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വെർച്വൽ ക്യൂവിലും സ്പോട്ട് ബുക്കിംഗിലും കർശന നിയന്ത്രണം പാലിച്ചിരുന്നു. ഇക്കുറി ഏറ്റവും കൂടുതൽ ആളുകൾ ദർശനത്തിനെത്തിയത് നട തുറന്ന് 4 ദിവസം പിന്നിട്ട നവംബർ 19-നാണ്. 1,02,299 പേർ. ഏറ്റവും കുറവ് പേർ എത്തിയത് ഡിസംബർ 12-നും 49,738. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അവധി ദിവസമായ ഞായറാഴ്ചകളിൽ തിരക്ക് കുറവായിരുന്നു. മകരവിളക്ക് തീർത്ഥാടനം സുഗമവും സുരക്ഷിതവുമായി നടത്തുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. മകരവിളക്കിന് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ തീർത്ഥാടകരെ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ദർശനം ഒരുക്കുമെന്നും സ്പോട്ട് ബുക്കിംഗ് 5,000 തുടരുമെന്നും മന്ത്രി പറഞ്ഞു. മകരവിളക്ക് ദിവസം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. വ്യൂ പോയിന്റുകളിൽ സുരക്ഷാവേലി സ്ഥാപിക്കും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തും. പോലീസ്, ഫയർഫോഴ്സ്, വനംവകുപ്പുകളും പ്രത്യേക പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കും. മെഡിക്കൽ സംഘത്തിന്റെ സേവനമുണ്ടാകും. മകരജ്യോതി ദർശനത്തിന് തീർത്ഥാടകർ മരച്ചില്ലകളിൽ കയറുന്നത് കർശനമായി തടയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ജീവൻ. എരുമേലി ഷെർമൌണ്ട് പബ്ലിക് സ്കൂൾ ആൻഡ് ഷെർകിഡ്സ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിന്റെ 14ാമത് വാർഷികം ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകളുമായി 14 വർഷം പിന്നിട്ട ഷെർമൌണ്ട് പബ്ലിക് സ്കൂൾ ആൻഡ് ഷെർകിഡ്സ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ വിദ്യാർത്ഥികളുടെ സർഗപരമായ കഴിവുകൾ അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഷെർഫെസ്റ്റ് എന്ന പേരിൽ വാർഷികാഘോഷത്തിന് അരങ്ങൊരുക്കിയത്. ചലച്ചിത്ര സംവിധായകനും നടനുമായ ദിലീഷ് പോത്തൻ മുഖ്യ അതിഥിയായിരുന്നു. എനിക്ക് എരുമേലി വളരെ നന്നായിട്ട് അറിയാവുന്ന സ്ഥലമാണ്. ഞാൻ 3 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ളതിൽ ഒരു സിനിമ പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്തത് എരുമേലിയിലാണ്. ജോജി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എരുമേലിയിൽ കുറേ കാലം ഉണ്ടായിരുന്നു. ഒരുപാട് ഈ പ്രദേശത്തെക്കുറിച്ചും ഇവിടുത്തെ ജനജീവിതത്തെക്കുറിച്ചൊക്കെ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കാൻ ആ സമയത്ത് ഞാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയ എരുമേലി അത് വളരെ കുറച്ച് ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. ഒരുപാട് അങ്ങനെ തിങ്ങിപ്പാർക്കുന്ന ഒരിടമല്ല. ഒരുപാട് എസ്റ്റേറ്റുകളും റബ്ബറും തോട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് കൂടുതലും. കുറച്ച് ആളുകളെ ഇവിടെയുള്ളൂ. എന്നാൽ ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് എരുമേലി സ്ഥിതി ചെയ്യുന്നത്. എരുമേലി അറിയപ്പെടുന്നത് നമ്മൾ കൂടുതലായിട്ടും ശബരിമല എന്നൊരു തീർത്ഥാടന കേന്ദ്രം എരുമേലിയിലായതുകൊണ്ട് അല്ലെങ്കിൽ ഇതിനടുത്തായതുകൊണ്ടാണ്. വൈസ് ചെയർപേഴ്സൺ ഷഫ്ന ബീഗം, ഡയറക്ടർ അദാൻ മുഹമ്മദ് ഷമീർ, പ്രിൻസിപ്പൽ ഡോക്ടർ ജിത ഗോപിനാഥ്, വൈസ് പ്രിൻസിപ്പൽ അബിൻ സെബാസ്റ്റ്യൻ, മാനേജർ മധുസൂദനൻ പിള്ളൈ, സഞ്ജുരാജൻ തോമസ്, അശ്വതി പ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്തു. ജീവൻ ന്യൂസ്, പത്തനംതിട്ട. പതിനാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓസീസ് മണ്ണിൽ ഇംഗ്ലണ്ടിന് ടെസ്റ്റ് വിജയം. മെൽബണിൽ നടന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. 175 റൺസ് വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 2 ഇന്നിംഗ്സിലുമായി 7 വിക്കറ്റ് വീഴ്ത്തിയ ജോഷ് ടങ്, 5 വിക്കറ്റ് എടുത്ത ബ്രൈഡൻ കാഴ്സെ എന്നിവരുടെ പ്രകടനമാണ് ഇംഗ്ലണ്ടിനെ വിജയമൊരുക്കിയത്. രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനായി ജേക്കബ് ബെദൽ, ബെൻ ഡെക്കറ്റ്, സാക് റാവ്ലി എന്നിവർ മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തു. ബെദൽ 40 റൺസും ഡെക്കറ്റ് 34 റൺസും ക്രാവ്ലി 37 റൺസും നേടി. ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 150 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിന്റെ പോരാട്ടം 110 റൺസിൽ അവസാനിച്ചു. 4 വിക്കറ്റ് എടുത്ത മിച്ചൽ നസറിന്റെയും
3 വിക്കറ്റ് വീഴ്ത്തിയ സ്കോട്ട് ബോളണ്ടിന്റെയും പ്രകടനമാണ് ഇംഗ്ലണ്ടിനെ ചെറിയ സ്കോറിൽ ഒതുക്കിയത്. ഇതോടെ 42 റൺസിന്റെ ലീഡുമായി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് അത് മുതലെടുക്കാനായില്ല. അവർ രണ്ടാം ഇന്നിംഗ്സിൽ 132 റൺസിന് പുറത്തായി. 46 റൺസ് എടുത്ത് ട്രാവിസ് ഹെഡിന് മാത്രമാണ് തിളങ്ങാനായത്. ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം 175 റൺസിലേക്ക് ചുരുങ്ങി. ശ്രദ്ധാപൂർവ്വം ബാറ്റ് ചെയ്ത് അവർ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയും ചെയ്തു. 5ാം ടെസ്റ്റ് ജനുവരി 4-ന് മുറേ പാർക്കിൽ നടക്കും. സ്പോർട്സ് ഡെസ്ക് ജീവൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ള SIT അവസാനഘട്ട അന്വേഷണത്തിൽ തൊണ്ടിമുതൽ കണ്ടെത്താൻ ശ്രമം. ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും വീണ്ടും ചോദ്യം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്ലാനുമായി VD സതീശൻ. 50% സീറ്റ് യുവാക്കൾക്കും വനിതകൾക്കും. കോൺഗ്രസിൽ തലമുറ മാറ്റമുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ്. നെല്ല് സംഭരണത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. വിഷയം ചർച്ച ചെയ്യാൻ ജനുവരി 5-ന് യോഗം വിളിച്ചു. സംഭരണ വില തൊട്ടടുത്ത ദിവസം തന്നെ നൽകുന്നതിൽ തീരുമാനമുണ്ടാകും. ഗസയിൽ 2ാം ഘട്ട സമാധാന ചർച്ചയ്ക്കായി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക്. കരാർ അട്ടിമറിക്കാൻ അനുവദിക്കരുത് എന്ന മധ്യസ്ഥ രാജ്യങ്ങൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടപ്പോര് മുറുകുന്നു. ചെൽസിയെ വീഴ്ത്തി ആസ്റ്റൺ വില്ല. ആഴ്സണലിനും ലിവർപൂളിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും ജയം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.